പത്തനംതിട്ട സീരിയലിൻ്റെ വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദർശും നയനയും കൂടി ഓഫീസിൽ ആദർശിന് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് നയന ചെന്നപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന രംഗം വരെയായിരുന്നു നമ്മൾ ഇന്നത്തെ എപ്പിസോഡിനകത്ത് കണ്ടിട്ടുണ്ടായിരുന്നത്. 41 ദിവസത്തെ നോമ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ മുത്തശ്ശനും മുത്തശ്ശിയും ആഗ്രഹിക്കുന്നത് പോലെ അവരുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കണം എന്നുള്ള കാര്യം ആദർശ് പറയുമ്പോൾ എന്താഗ്രഹം എന്ന് ചോദിക്കുകയാണേ. ഒരു കുഞ്ഞിനെ കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ചാണ്. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ നയനയ്ക്ക് നല്ല നാണമൊക്കെ ആവുന്നുണ്ട് കേട്ടോ. എന്താ നിനക്ക് നാണാവുന്നുണ്ടോയെന്ന് ചോദിക്കുമ്പോൾ ഹേയ് ഒന്നുമില്ല ആദർശേട്ടാ, ഒന്ന് പോയാൽ ഇവിടെ നിന്ന് പറയാണ് കേട്ടോ. നമുക്ക് എത്രയും വേഗം തന്നെ ഒരു കുഞ്ഞ് ജനിക്കാൻ കൂടിയാണ്. ആ കുഞ്ഞിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ മലയ്ക്ക് പോകാൻ വേണ്ടി നേർന്നത്. അതുമാത്രമല്ല, മലയ്ക്ക് പോയിട്ട് 41 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്കും അമ്മയും നീയും തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും തീർത്ത് നിങ്ങൾ ഒന്നാവണം എന്നുള്ളൊരു ചിന്തയിലാണ് ഞാനും അച്ഛനും എല്ലാവരും മലയ്ക്ക് പോകുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ചും കൂടി പറയാണ് കേട്ടോ. എന്തായാലും ആദർശേട്ടാ അതൊക്കെ ഉടനെ തന്നെ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ വീട്ടിലേക്ക് പോവാ എന്ന് പറഞ്ഞ് നയൻ അവിടെ നിന്ന് ഇറങ്ങി പോവാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നൈറ്റിലാണ് കാണിക്കുന്നത്. ദേവയാനിക്കാണെങ്കിൽ ക്ഷീണം പതിവ് പോലെ തന്നെയുണ്ട്. അനാമികയാണെങ്കിൽ പൊടിയായിട്ട് നടക്കുവാണല്ലോ. നമ്മുടെ നവ്യയ്ക്ക് അത് കൊടുക്കാൻ വേണ്ടിയിട്ട് കലക്കാൻ വേണ്ടിയിട്ട് നയന പാലുണ്ടാക്കി വെച്ചത് കണ്ടുകൊണ്ട് കിച്ചണിൽ കയറിയിട്ട് ആ പൊടി കലക്കുകയാണ് കേട്ടോ. പാല് നവ്യയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ നയന തിളപ്പിച്ച് വെച്ചിരിക്കുന്നത്. അതിനകത്ത് മൊത്തത്തിൽ കലക്കിയിടുന്നുണ്ട്. അങ്ങനെ ആരുമില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് അനാമിക അവിടെ നിന്ന് പോകുന്നത് കേട്ടോ. അനാമിക പാലിൽ പൊടിയൊക്കെ കലക്കിയിട്ട് പോയി കേട്ടോ. റൂമിൽ നിന്ന് നമ്മുടെ ദേവയാനിക്ക് ഭയങ്കര ക്ഷീണം കാണുന്ന സമയത്ത് ജയൻ പറയുന്നുണ്ട്, നീ ചെന്നിട്ട് ഒരു ഗ്ലാസ് പാലെടുത്ത് കുടിക്കുകയും ഞാൻ നയനമോളെടുത്ത് കൊണ്ടുവരാൻ വേണ്ടി പറയാം എന്നുള്ള കാര്യം പറയുമ്പോൾ അത് വേണ്ട, എനിക്കറിയാം പോയി പാലെടുത്ത് കുടിക്കാൻ, എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല ചേട്ടാ എന്ന് പറയുമ്പോൾ നീ പതിവായിട്ട് പണ്ട് പാല് കുടിച്ചുകൊണ്ടിരുന്നതല്ലേ രാത്രി കിടക്കുന്ന സമയത്ത്, അത് ക്ഷീണത്തിനും നല്ല ഉറക്കം കിട്ടാനൊക്കെ നല്ലതാണ്. നീ എന്തായാലും പോയി കഴിക്കുക, നിനക്ക് പോയിട്ട് എടുത്ത് കുടിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നയനയുടെ അടുത്ത് പറയുമെന്ന് പറയുമ്പോൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും എല്ലാവർക്കും ഒരു നയന, എനിക്കറിയാം ഒറ്റയ്ക്ക് എടുത്ത് കുടിക്കാനെന്ന് പറഞ്ഞിട്ട് ദേവയാനി നേരെ അടുക്കളയിലേക്ക് ചെല്ലാണ്. അവിടെ പാലൊക്കെ കാച്ചി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഗ്ലാസ് എടുത്തിട്ട് അതൊഴിച്ചിട്ട് കുടിക്കുകയാണ് കേട്ടോ. കുടിച്ച് ഗ്ലാസ് ഒക്കെ കഴുകി വെച്ചിട്ട് ദേവയാനി ആ കിച്ചണിൽ നിൽക്കുമ്പോൾ തന്നെ ദേവയാനിക്ക് എന്തൊക്കെയോ ഒരു അസ്വസ്ഥത പോലെ തോന്നുന്നുണ്ടേ. അങ്ങനെ ദേവയാനി ഒരു വിധത്തിൽ റൂമിൽ തിരിച്ചെത്തുന്നുണ്ട്. അപ്പോഴേക്കും ഭയങ്കര ഒരു അസ്വസ്ഥതയും അങ്ങനെ കുഴഞ്ഞു വീഴുന്ന പോലെയൊക്കെ ആവുന്നുണ്ടേ. അപ്പോഴേക്കും ജയനും ആകെ ടെൻഷനാവാണ്. ആദർശേ മോനെ ഓടി വാ അച്ഛ, എല്ലാവരും ഓടി വാ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുകയാണ്. എന്താ എന്ന് ചോദിച്ചിട്ട് ആദർശാണ് കേട്ടോ ആദ്യം വരുന്നത്. നയനയും കൂടെ ഉണ്ട്. അപ്പോഴേക്കും ദേവയാനി ആകെ ബോധമില്ലാതെ എന്തോ പോലെ ആവുന്നുണ്ട്. എന്താ അമ്മയ്ക്ക് പറ്റിയത് അറിയില്ല, അവൾക്ക് കുറച്ച് ദിവസമായല്ലോ ക്ഷീണമൊക്കെ തുടങ്ങിയിട്ട്. അതിൻ്റെ എന്തോ ആണെന്ന് തോന്നുന്നത്. അവളുടെ അടുത്ത് എത്ര പറഞ്ഞു കഴിഞ്ഞാലും കേൾക്കില്ല. രാവിലെ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി പറഞ്ഞതാണ്. അച്ഛൻ ഇങ്ങനെ ടെൻഷൻ ആവല്ലേ, അമ്മയ്ക്ക് ഒന്നും ഉണ്ടാവില്ല, നമുക്ക് എത്രയും വേഗം തന്നെ അമ്മയെ ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്ന് പറഞ്ഞിട്ട് ആദർശും നയനയും ജയനും മുത്തശ്ശനും എല്ലാവരും ഉണ്ട് കേട്ടോ. എല്ലാവരും കൂടിയിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത്. അങ്ങനെ ഹോസ്പിറ്റലിൽ ICUലേക്ക് കയറ്റുന്നുണ്ട്. കാരണം ദേവയാനിയുടെ വായിൽ നിന്ന് ഇങ്ങനെ ഒരു പത പോലെയൊക്കെ വരുന്നുണ്ട് കേട്ടോ. ശരിക്കും ഒരു ഹൈ പോയിസൺ തന്നെയാണ് ദേവയാനിൻ്റെ ഉള്ളിൽ കയറി ചെല്ലുന്നിരിക്കുന്നത്. ഡോക്ടർ വരുന്ന സമയത്ത് ആദർശ് ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് ഡോക്ടർ അമ്മയ്ക്ക് എന്നുള്ള കാര്യം. ഒന്നും പറയാറായിട്ടില്ല എന്ന് മാത്രമാണ് കേട്ടോ പറയുന്നത്. ഇത് കേൾക്കുമ്പോഴേക്കും എല്ലാവർക്കും ഭയങ്കരമായിട്ട് ടെൻഷനാവാണ്. ഇതെന്താ അമ്മയ്ക്ക് ഇത്രയും പെട്ടെന്ന് ഇങ്ങനൊരു സംഭവം ഉണ്ടാവാൻ കാരണം എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും ഡോക്ടർ പറയുന്നുണ്ട്, ഉള്ളിൽ ഒരു ഹൈ പോയിസൺ ആയിട്ടുള്ള എന്തോ സംഭവം കയറി ചെന്നിട്ടുണ്ട്. ആത്മഹത്യ ശ്രമം വല്ലതും ആണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ആത്മഹത്യയോ, ഒരിക്കലും അങ്ങനെയൊന്നും ഉണ്ടാവില്ല, പിന്നെ എങ്ങനെയാണ് ആളുടെ ഉള്ളിൽ പോയിസൺ വന്നിരിക്കുന്നത്, പാലിലൂടെയാണെന്നാണ് തോന്നുന്നത് എന്നുള്ള കാര്യം ഡോക്ടർ പറയുന്ന സമയത്ത് ദേവയാനി പാല് കുടിക്കാനെന്ന് പറഞ്ഞിട്ട് കിച്ചണിലേക്ക് പോയിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം ജയൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പാലിനകത്ത് എന്തോ കലക്കി വെച്ചിട്ടുണ്ടാകുമോ അല്ലേ ആദർശേട്ടാ എന്ന് നയന ചോദിക്കുകയാണേ. പാല് ഞാനാണ് ഉണ്ടാക്കി വെച്ചത്, പക്ഷേ അതിനകത്ത് ഒന്നും ചേർത്തിട്ടില്ല. നവ്യടത്തേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാലുണ്ടാക്കി വെച്ചതായിരുന്നു, അതായിരിക്കും അമ്മ എടുത്ത് കുടിച്ചതെന്നുള്ള കാര്യം പറയുമ്പോഴേക്കും ആദർശിന് കാര്യം മനസ്സിലാവാണ് കേട്ടോ. ഇത് മനഃപൂർവ്വം ആരോ ഒന്ന് പണി പറ്റിച്ചതാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് അപ്പോഴേക്കും നയന വയ്ക്കുന്നുണ്ട്. എന്താ ആദർശേട്ടൻ എന്താ ഉദ്ദേശിച്ചത്? അന്ന് അനാമികയുടെ അച്ഛനും അമ്മയും നവ്യ ഇട്ട് ഓടിച്ചു എന്നുള്ള കാര്യത്തെക്കുറിച്ചല്ലേ നീ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? അതിന് മറുപടി നവ്യയ്ക്ക് കൊടുത്തതാണ്, പക്ഷേ കിട്ടിയത് അമ്മയ്ക്കാണെന്ന് മാത്രം എന്നുള്ള കാര്യം പറയാൻ കേട്ടോ. അയ്യോ ആദർശേട്ടാ അങ്ങനെയൊക്കെയാണോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് നയന ഭയങ്കര സങ്കടത്തോട് കൂടിയിട്ടേ. അതെ, അത് തന്നെയാണ് സംഭവിച്ചത്. നവ്യയുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാനായിരിക്കും അവൾമാർ ശ്രമിച്ചിട്ടുണ്ടാവുക. അതിന് എൻ്റെ അമ്മ ഇരയായതാണ്. എന്തായാലും ഇതങ്ങനെ വെറുതെ വിടാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് ആദർശ് ഭയങ്കര കലിപ്പിൽ പറയുന്നുണ്ട് കേട്ടോ. അതേസമയം നമ്മുടെ അനാമികയുടെ അമ്മയും കൂടി ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് കേട്ടോ. ആ പൊടി കലക്കിയത് എനിക്ക് തോന്നുന്നു ദേവയാനി ഏട്ടത്തെയാണ് എടുത്ത് കുടിച്ചതെന്നുള്ള കാര്യത്തെക്കുറിച്ച് രേവതി പറയുന്ന സമയത്ത് അമ്മ എനിക്കും അത് തന്നെയാണ് തോന്നുന്നത്. ഞാനവിടെ പാല്
തിളപ്പിച്ച് വെച്ചത് കണ്ടപ്പോൾ അതിനകത്ത് കൊണ്ടുപോയി കലക്കി. അങ്ങനെയാ സംഭവിച്ചതെന്നുള്ള കാര്യം പറയുമ്പോൾ എന്തായാലും മോളെ ഇത് കുറച്ച് പ്രശ്നമാവുന്ന തോന്നുന്നത്. നവ്യയ്ക്കും നയനയ്ക്കും എന്ത് സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും ഇവിടെ ആർക്കും ഒരു കുഴപ്പമുണ്ടാവില്ലായിരുന്നു. പക്ഷേ ഏട്ടത്തിക്ക് എന്തെങ്കിലും സംഭവിച്ച മോളെ അതോടുകൂടി എല്ലാം തീർന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ചും കൂടി പറയണേ. ഇത് നമുക്ക് എന്തായാലും അവൾമാരുടെ തലയിലിടാൻ വേണ്ടി ശ്രമിക്കാം. പക്ഷേ ഈ വീട്ടിൽ ഒരുത്തരും ആ നയനയെ അവിശ്വസിക്കില്ല. നമുക്ക് വേണമെങ്കിൽ ദേവയാനി ചേച്ചിയെ വിശ്വസിപ്പിക്കാൻ വേണ്ടി പറ്റും. പക്ഷെ അവരുടെ നില ഗുരുതരം എന്നാണ് അമ്മയെ അറിയാൻ വേണ്ടി സാധിച്ചെന്നൊക്കെ പറയുമ്പോൾ ഇനി അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ മോളെ ഉറപ്പായിട്ടും നമ്മൾ അകത്ത് പോകേണ്ടി വരുന്ന തോന്നുന്നുള്ള കാര്യം പറഞ്ഞിട്ട് ആകെ പേടിച്ച് വരച്ച് നിൽക്കുകയാണ് കേട്ടോ നമ്മുടെ അനാമികയും അനാമികയുടെ അമ്മയും. എന്തായാലും ആദർശ് ഈ കാര്യത്തിൽ വെറുതെ വിടുന്നു തോന്നുന്നില്ല. ഇത് അനാമികയുടെ അമ്മയാണ് ചെയ്തതെന്നുള്ള കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ രണ്ടെണ്ണത്തിനെയും ഇറക്കി വിടുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല കേട്ടോ. എന്തായാലും വരാനിരിക്കുന്ന എപ്പിസോഡുകളൊക്കെ അത്യുഗ്രൻ എപ്പിസോഡുകളാണ്. ഇതിന്റെ ബാക്കി വിശേഷങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമന്റ് ചെയ്യണേ. നമ്മൾ രാവിലെ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്തേക്കാം.